എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പച്ചക്കായും കടലയും ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കടല കുതിർത്തെടുത്തിട്ടുണ്ട്. കറുത്ത കടലയാണ്. അത് ഒരു നൈറ്റ് മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇതിനി ഒരു കുക്കറിലേക്കിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം. വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് അത് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് വേവായിരിക്കും. ഇപ്പോൾ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് പച്ചക്കായ റോബസ്റ്റ കായാണ് എടുത്തിട്ടുള്ളത്. ഇത് പെട്ടെന്ന് വേകുന്ന കായാണ്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കലക്കി വയ്ക്കുക. അതിലേക്ക് കായ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇങ്ങനെ മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിലേക്ക് കായ അരിഞ്ഞിടുമ്പോൾ അതിലുള്ള കറയെല്ലാം വേഗത്തിൽ പോയി കിട്ടും. റോബസ്റ്റ പച്ചക്കായ്ക്ക് നല്ലോണം കറയുണ്ട്. ഇത് പെട്ടെന്ന് വേവുന്ന ഒരു കായും കൂടിയാണ്. ഇങ്ങനെ കടലയും കായും തോരൻ വയ്ക്കാൻ ഏത് കായ വേണമെങ്കിലും എടുക്കാം. ചെറിയ കായോ നേന്ത്രക്കായോ റോബസ്റ്റ ഏത് കായ ആയാലും എടുക്കാവുന്നതാണ്. പക്ഷേ വേവ് അനുസരിച്ചിട്ടുള്ള അത് നോക്കണം. ഇതിപ്പോൾ റോബസ്റ്റ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ വെന്ത് ഉടഞ്ഞു പോകുന്ന ഒരു കായാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തോരൻ കൂട്ടുകറിയായി പോവും. ഇപ്പോൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയാൽ നല്ലപോലെ കറ പോയിട്ടുണ്ടാകും. ഇനി ഒരു സവാള ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാകും. സവാള മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ തോരൻ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വേവിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക. നല്ല ബ്രൗൺ കളർ ആകണമെന്നില്ല. എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്താൻ മതിയാകും. ഈ സമയം തോരൻ ആവശ്യമുള്ള കൂട്ടൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ എടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് എണ്ണയിൽ കിടന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയം വേവിച്ച് വെച്ച കടലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലയും സവാള എണ്ണയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂക്കണം. ഇങ്ങനെ കടല എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തോരന്. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നേരത്തെ കടലയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കൂട്ടിലും കുറച്ച് ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച കായ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കഴുകി തോരാൻ വെച്ചതാണ്. അതിൽ തീരെയും വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നുമില്ലാതെ
ഇട്ടൊക്കെയാണ്. ഇത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കടലയും കായും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് ഒന്ന് നോക്കാവുന്നതാണ്. ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ആവി വന്നിട്ടേ ഉള്ളൂ. നല്ല പോലെ ആവി വന്നതിന് ശേഷമേ കായ വേവുകയുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അടച്ച് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക, ഇല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകും. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നല്ല പോലെ ആവി വന്നിട്ടുണ്ട്. കായ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതിന് നല്ല പോലെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കായൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. പാകത്തിനുള്ള തോരനായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു കായും കടലയും കൂടിയുള്ള തോരനാണ്. കഞ്ഞിയോടൊപ്പം ചോറിനോടൊപ്പം എല്ലാം ഇന്ന് വളരെ ടേസ്റ്റിയാണ്. ഇനി സ്റ്റൗ ഓഫാക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.